സാരിക വളരെ സന്തോഷം. സാരികയുടെ വീട്ടിൽ വരാൻ സാധിച്ചതിൽ എല്ലാവരെയും കാണാനൊക്കെ സാധിച്ചതും വലിയ സന്തോഷം. UPSC ഇൻ്റർവ്യൂ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂവിലെ അനുഭവങ്ങളൊക്കെ ഒന്ന് പങ്കുവയ്ക്കാം. ബോർഡ് ഭയങ്കര SS Swain എന്ന് പറഞ്ഞ സാറിൻ്റെ ബോർഡായിരുന്നു. BB Swain എന്ന് പറഞ്ഞ സാറിൻ്റെ ബോർഡായിരുന്നു. സാർ ഭയങ്കര എല്ലാവരും നല്ല മോഡലായിരുന്നു. എൻ്റർ ചെയ്തപ്പോൾ അവർ വന്ന് ഡോറൊക്കെ തുറന്നു ഭയങ്കര കോഡിയലായിരുന്നു. പിന്നെ ഡാർക്ക് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. കാരണം കുറവായിരുന്നു. ഫുൾ ഡാർക്ക് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. കേരളത്തെ കുറിച്ച് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു ഞാൻ കണ്ടു. ഈ ആയുർവേദം അല്ലെ, ആയുർവേദമൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തത് അതെന്തായിരുന്നു? ആ ചോദ്യം എന്തായിരുന്നു? ആയുർവേദം പ്ലാന്റ്സിന്റെ ഹെർബൽ പ്ലാന്റ്സ് ഇപ്പോൾ നമ്മുടെ കേരളം അറിയപ്പെടുന്നത് ഹെർബൽ പ്ലാന്റ്സിനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ അതിന്റെ ഇമ്പോർട്ട് എക്സ്പോർട്ട് ഒക്കെ കുറയുന്നത്. അതായിരുന്നു അവർ ചോദിച്ചു. പിന്നെ കോഴിക്കോടിന്റെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ചോദിച്ചു. സംസ്കൃതത്തിൽ എന്തോ പ്രൈസ് ഒക്കെ വിൻ ചെയ്തതുകൊണ്ട് സംസ്കൃതമായിട്ട് ബന്ധപ്പെട്ട് അത് നമ്മുടെ മോക്ക് ഇന്റർവ്യൂ നമ്മൾ പ്ലാൻ ചെയ്ത ഒരു ക്വസ്റ്റൻ ആയിരുന്നു. സംസ്കൃതത്തിന്റെ പ്രാധാന്യം അല്ലേ? ആ ക്വസ്റ്റ്യൻ തന്നെയാണ്. സംസ്കൃതം വെരി ഗുഡ്, വെരി ഗുഡ്. ഈ സോഫ്റ്റ്വെയറിന് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് സംസ്കൃത് ആണെന്നുള്ളത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. പിന്നെ ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട് ചോദ്യം വന്നു. ഇംഗ്ലീഷ് ബാക്ക്ഗ്രൗണ്ട് ചോദിച്ചു. അപ്പോൾ ഏതാണ്ട് എത്ര സമയം ഉണ്ടായിരുന്നു ഇന്റർവ്യൂ? ഉണ്ടായിരുന്നു. അരമണിക്കൂർ അത്യാവശ്യം നല്ല സമയമാണ്. കാര്യം പല ആസ്പിരൻസിനും എനിക്ക് തോന്നുന്നൊരു 10 to 15 minutes അല്ല, മാക്സിമം 20 minutes ചോദിക്കും. ഞാൻ എൻ്റെ UPSC ഇന്റർവ്യൂവിന് മുമ്പ് ഞാൻ ആദ്യത്തെ കാൻഡിഡേറ്റ് ആയിരുന്നു. അപ്പോൾ എപ്പോഴും ആദ്യത്തെ കാൻഡിഡേറ്റിനാണ് അവർക്ക് അവരുടെ ഒരു ട്രാക്കിൽ എത്താൻ വേണ്ടി അവർ കൂടുതൽ ചോദ്യം ചോദിക്കുന്ന ഒരു സംഗതിയുണ്ട്. അപ്പോൾ എന്ത് തോന്നുന്നു ഇപ്പോൾ ഇതൊരു നമ്മുടെ ഈ ഒരു നേട്ടത്തിലെത്താൻ തോന്നുന്നു? ഇപ്പോൾ ഒരുപാട് ആളുകളെ പരിചയപ്പെടാൻ പറ്റി. ഈ എക്സാമിൻ്റെ ഈ ഒരു 3 ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നു. അപ്പോൾ ഒരു ആത്മവിശ്വാസമൊക്കെ കൂടുന്നുണ്ട്. എന്താണ് ഇപ്പോൾ വലിയൊരു ഗവൺമെന്റ് ജോലി വേണം എന്നുള്ളൊരു സ്റ്റേറ്റ് PSC എഴുതണം അങ്ങനെയുള്ള ഒരാളായിരുന്നു. ഇപ്പൊ ഒരു കേന്ദ്ര ഗവൺമെന്റിന്റെ ഇത്രയും വലിയ UPSC പോലത്തെ വേൾഡിൽ തന്നെ നമ്പർ 1 ടഫസ്റ്റ് എക്സാമിൽ ഈ സ്റ്റേജിൽ എത്തിനിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അപ്പോൾ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ. എനിക്ക് തോന്നുന്നു എപ്പോഴും കാണുമ്പോൾ വളരെ പ്ലസന്റ് ആണ് അല്ലേ? ശരീരം എപ്പോഴും കാണുമ്പോൾ വളരെ പ്ലസന്റ് ആണ്. അപ്പോൾ ഒരു ശുഭാപ്തി വിശ്വാസമാണ് നമ്മളെ മുൻപോട്ടേക്ക് നയിക്കുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഭാഗമാകണം എന്നൊരു ദൃഢനിശ്ചയമാണ് നമ്മളെ മുൻപോട്ടേക്ക് നയിക്കുന്നത്. ഇപ്പോൾ ഞാൻ ചിത്രശേഖരമൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തു. നമ്മൾ ഒരു സർവീസ് നമുക്ക് വേണ്ടിയല്ല, സമൂഹത്തിന് വേണ്ടിയാണ്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. പ്രത്യേകിച്ച് നമ്മൾ അനുഭവിച്ച യാഥാർത്ഥ്യങ്ങൾ, നമ്മൾ അനുഭവിച്ച പ്രശ്നങ്ങൾ, ഇതൊക്കെ നമ്മൾ ആ ഡിസിഷൻ മേക്കിങ്ങിൽ എത്തുമ്പോഴേ പറ്റത്തുള്ളൂ. ഇന്ത്യയിൽ ഏതാണ്ട് 3 കോടിയോളം സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ, പക്ഷെ ഇവരുടെ ഒരു റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ എന്തൊക്കെയായിരിക്കാം നമ്മളുടെ ഒരു കാറ്റഗറിയിലുള്ളവർ നേരിടുന്ന, പ്രത്യേകിച്ച് ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകളെന്നൊന്ന് പറയാമോ? ഈ ഒരു ഘട്ടത്തിലൂടെ എല്ലാം കടന്നുപോയ ഒരാളെന്നുള്ള രീതിയിൽ. കാരണം ഇപ്പോൾ നമ്മൾ 4% റിസർവേഷൻ അല്ലെങ്കിൽ 5% റിസർവേഷൻ എന്നൊക്കെ പറയുമെങ്കിൽ പോലും പലപ്പോഴും അത്രയും ആളുകൾക്ക് എത്തിച്ചേരാൻ പോലും സാധിക്കുന്നു. അപ്പോൾ അതിനെക്കുറിച്ചൊരു അഭിപ്രായം എന്താണ്? ഫസ്റ്റ് അവയർനെസ്സിന്റെ കുറവുണ്ട്. നമ്മൾ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്നുള്ള പോലും പലരും അറിയുന്നു. തീർച്ചയായും. ഇപ്പൊ നമ്മളെ പ്രതീക്ഷിച്ചിട്ടുള്ളതാണെങ്കിൽ പോലും പലർക്കും അതിനെക്കുറിച്ച് എന്താ ഇപ്പോൾ IAS കോച്ചിങ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് എക്സ്പെൻസീവ് ആണ്. അതുപോലെ അക്കാഡമി നമുക്ക് ഫ്രീ ആയിട്ട് ഇങ്ങനെ കോച്ചിങ് കൊടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം ചിലപ്പോൾ അറിയാത്ത പലരും ഉണ്ട്. അതിന് അവയർനെസ്സിന്റെ ഒരു കുറവുണ്ടായിരിക്കും. പിന്നെ ഇങ്ങനൊരു സർവീസിൽ എത്തിയാൽ അവർക്ക് ബുദ്ധിമുട്ടേണ്ടി വരുമോ എന്നുള്ളൊരു കാര്യങ്ങൾ അവർ അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള വേറെ സർവീസിൽ ഗവൺമെൻറ് തന്നെ നമുക്ക് എല്ലാ സപ്പോർട്ടും തരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ തന്നെ ബാച്ചിലെ ചിത്രശലഭം ബാച്ചിലെ ഷെറിൻ ഷഹാൻ ഇപ്പോൾ ഓൾറെഡി സിവിൽ സർവീസിലെത്തി. ഷെറിനെത്തി. ഇപ്പോൾ ഷെറിന് ട്രെയിനിങ് കഴിഞ്ഞാൽ 2 ആളുകൾ ഷെറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് എനിക്ക് തോന്നുന്ന പലർക്കും അറിയില്ല. പിന്നെ സൊസൈറ്റിയുടെ ഒരു പെർസെപ്ഷനാണ്. ഇപ്പം ഞാൻ ഈയിടെ ഷെറിൻ്റെ ഒരു പോസ്റ്റിന് കീഴിൽ ആരോ എഴുതിയിരിക്കുന്നു, പരീക്ഷയൊക്കെ പാസ്സായി നല്ല കാര്യമാണ്, പക്ഷെ നിങ്ങളെ കൊണ്ട് ജോലി ചെയ്യാൻ പറ്റുമോ? അപ്പം ഞാൻ തിരിച്ചു പറഞ്ഞൊരു കാര്യം, അമേരിക്ക എന്നുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയൊരു രാജ്യം. ആ രാജ്യം ഭരിച്ച അവിടുത്തെ പ്രസിഡന്റ് ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ്.
അദ്ദേഹം വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് അമേരിക്ക ഭരിച്ചത്. അപ്പോൾ എത്രയോ പേര്, സ്റ്റീഫൻ ഹോക്കിങ് വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് നിരവധി പുസ്തകങ്ങൾ തന്നെ എഴുതിയിട്ടുണ്ട്. അപ്പം നിരവധി പ്രതിഭകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അപ്പോൾ സൊസൈറ്റിയുടെ ഒരു ഒരു പ്രീ കൺസീവ്ഡ് നോഷൻ, ആ ഒരു പെർസെപ്ഷൻ മാറണം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്തരത്തിൽ നിങ്ങൾ ഓരോരുത്തരും നേടുന്ന വിജയം പലപ്പോഴും സമൂഹത്തിൻ്റെ ഒരു പെർസെപ്ഷൻ മാറുന്നതിന് വളരെയധികം സഹായകരമാണ്. ഒരു സൊസൈറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു നല്ല സൊസൈറ്റി 5 വിരലുകൾ വ്യത്യസ്തമായിരിക്കുന്ന പോലെ എല്ലാവരും ചേരുന്ന സൊസൈറ്റി. പ്രത്യേകിച്ചും നമ്മുടെ ഇന്ത്യയുടെ ഒരു കാര്യം എടുക്കുമ്പോൾ ഇപ്പോൾ സ്പെഷ്യലി ഏബിൾഡായ ആൾക്കാർ 3 കോടി എന്ന് പറഞ്ഞാൽ ചെറിയ നമ്പറല്ല. കാര്യം സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ പോപ്പുലേഷൻ ആകപ്പാടെ 87 ലക്ഷം 90 ലക്ഷമേ വരുന്നുള്ളൂ. പോർച്ചുഗലിൽ പോലൊരു രാജ്യത്തിൻ്റെ പോപ്പുലേഷൻ 1 കോടി 2 ലക്ഷമേ വരുന്നുള്ളൂ. അവിടെയാണ് ഇന്ത്യയിൽ ഇത്രമാത്രം ആളുകളുണ്ട്. കേരളത്തിൽ മാത്രം എനിക്ക് തോന്നുന്നു 10 ലക്ഷത്തോളം സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളാണ്. തീർച്ചയായിട്ടും ഒരു നല്ല സൊസൈറ്റിക്ക് വേണ്ടി നമുക്ക് പരിശ്രമിക്കുമ്പോൾ കൂടുതൽ ലീഡർഷിപ്പിലേക്ക് കൂടുതൽ ആളുകൾ വരും. ലീഡർഷിപ്പിൽ ആളുകൾ വരുമ്പോഴല്ലേ ചേഞ്ച് ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ എക്സാമ്പിളും ചില ഏരിയയിൽ എനിക്ക് കോമിറ്റി ഇപ്പോൾ നമ്മൾ സിവിൽ സർവീസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഒരു ഇൻജസ്റ്റിസ് ചില മേഖലകളിലെങ്കിലും തോന്നാറുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ CSAT വിഷ്വലി ചലഞ്ചഡ് ആയിട്ടുള്ള ഒരാളും സാധാരണ ക്യാൻഡിഡേറ്റും അല്ലെങ്കിൽ വീൽചെയറിയുടെ ആയിട്ടുള്ള ഒരാളും നമ്മുടെ എല്ലാം കട്ട് ഓഫ് സെയിമാണ്. അപ്പോൾ ആൾക്കാർ ചിന്തിക്കുന്നത് എളുപ്പമാണ് എക്സാം കിട്ടുന്നത്. അല്ല, നോർമൽ കാൻഡിഡേറ്റ് കിട്ടുന്ന അതേ മാർക്ക് തന്നെ നമ്മൾ CSAT പോലുള്ള പേപ്പറിൽ വാങ്ങി പറ്റുള്ളൂ. ഇവൻ നമ്മുടെ മെയിൻസിൻ്റെ കട്ട് ഓഫ് ഒക്കെ നോക്കിയാലും വലിയ ഡിഫറൻസ് ഒന്നുമില്ല. അപ്പോൾ ഇതൊക്കെ ഒരു കുറച്ചുകൂടി ഒരു സ്പെഷ്യലി ഏബിൾഡായ ആളുകളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് മാറേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് എന്താ? സ്വന്തമായിട്ട് വായിക്കാൻ പറ്റില്ല. അപ്പൊ ക്വസ്റ്റ്യൻസ് ഒരുപാട് ആകെ 2 മണിക്കൂറായിട്ടുണ്ട്. നോർമൽ ആൾക്കാർക്ക് പോലും സമയം തികയാത്തൊരു സബ്ജക്ട്. 2 പ്രാവശ്യം വായിച്ചു കൊടുക്കുമ്പോൾ അത്രയും സമയം പോകുന്നു. പിന്നെ മാത്സ് ഒക്കെ സ്വന്തമായിട്ട് ചെയ്യാനും പറ്റില്ല. നമുക്കിടക്ക് പോലെ ചെയ്യാനേ പറ്റും. പക്ഷെ അത്രയും ടഫായിട്ടുള്ള മാത്സ് നമുക്ക് വരുന്നത്. അതുകൊണ്ട് അത് ഒരുപാട് ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു അത്തരം സബ്ജക്റ്റിന്റെ ഒരു കട്ട് ഓഫ് എങ്കിലും നമുക്ക് കുറച്ച് കുറയ്ക്കുകയോ അല്ലെ കുറച്ചുകൂടി ഒരു അപ്രോച്ചബിൾ ആവുന്ന ഒരു രീതി നമ്മളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ഇതിലേക്കൊക്കെ വരുന്ന നല്ലതാണ്. അപ്പൊ എന്താണെങ്കിലും ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു പരീക്ഷയാണ്, ഏറ്റവും മികച്ച പരീക്ഷ എന്നാണ് സിവിൽ സർവീസ് അറിയപ്പെടുന്നത്. 10 ലക്ഷത്തിൽ ഒരാൾ സർവീസിലെത്തുന്ന പരീക്ഷ. അതിൻ്റെ 3 ഘട്ടത്തിൽ എത്തുമ്പോൾ തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇന്ത്യക്ക് വേണ്ടി ലോകത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ. ഇപ്പോൾ നമ്മൾ 25 പേരിൽ തുടങ്ങിയ പ്രൊജക്ട് ചിത്രശലഭത്തിൽ 100 ആൾക്കാരുണ്ട്, 5 സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. നിങ്ങളിലൂടെയൊക്കെ കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടെ, ഇന്ത്യ മുഴുവൻ വ്യാപിക്കട്ടെ. എന്താണ് ഒരു ഓഫീസർ ആവാനുള്ളൊരു മോട്ടിവേഷൻ? എന്താണ് ഒരു വിഷൻ ഇതിലേക്ക് വരണം എന്നുള്ളൊരു തോന്നലുണ്ടാകുന്നത്? എന്താണ് നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരാൾക്ക് നോക്കുമ്പോൾ നമ്മുടെ ലൈഫ് ഭയങ്കര സ്മൂത്ത് ആയിരുന്നു, പക്ഷെ നമ്മൾ അനുഭവിക്കുന്നത് നമുക്ക് മനസ്സിലാവും. അപ്പൊ അത് ആ ഒരു ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കുന്നതുകൊണ്ട് തന്നെ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റും. ഇനി വരുന്ന ആൾക്കാർക്ക് സപ്പോർട്ട് എങ്ങനെ കൊടുക്കണം എന്നുള്ളൊരു പോളിസിയിൽ എന്തൊക്കെ ചെയ്യാനാണ് വരുത്തേണ്ടത് എന്നുള്ളൊരു വിഷയം നമുക്കുണ്ടാവും. അപ്ലൈ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും. അപ്പോൾ കൂടുതൽ ആളുകൾ നമ്മുടെ അഫ്സലിയുടെ AS അക്കാഡമിയുടെ പ്രൊജക്ട് ചിത്രശലഭത്തിൽ നിന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നേതൃരംഗത്തൊക്കെ വരട്ടെ. ഇന്നിപ്പോൾ ശാരികയെ വീട്ടിൽ തന്നെ കാണാൻ സാധിച്ചു. വലിയ സന്തോഷം അച്ഛനും ഒക്കെ. അപ്പോൾ ഇത് വലിയൊരു സന്തോഷമാണ്. ഇത് നമ്മൾ എനിക്ക് തോന്നുന്നു ശാരികയൊക്കെ ബാച്ച് തുടങ്ങുമ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇന്റർവ്യൂ ട്രെയിനിങ്ങിനൊക്കെ ഓഫ്ലൈനായിട്ടും എത്തി. അതെ എങ്കിൽ പോലും ഇടയ്ക്ക് കോഴിക്കോട് അക്കാഡമിയിലൊക്കെ വരുമ്പോൾ ഞാൻ വരുമ്പോഴും കാണാറുണ്ടായിരുന്നു. അതൊക്കെ വലിയൊരു സന്തോഷമാണ്. അപ്പോൾ കൂടുതൽ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ, കൂടുതൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. താങ്ക് യു.